ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ അങ്ങനെ ഒരു തലനാരിയാക്കി തിയേറ്ററിൽ നിന്ന് കാണാതെ രക്ഷപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പോൾ ഒ ടി ടിയിൽ വന്നപ്പോൾ സിനിമ കണ്ടു. മറ്റു വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ ഒരു ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിദ്ധു എന്ന ക്യാരക്ടറായിട്ട് ഇന്ദ്രജിത്തും സ്റ്റെഫി എന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ ഒളിച്ചോട്ടം സൂപ്പർ സ്റ്റാറായ അനശ്വര രാജനുമാണ് ഈ സിനിമയിൽ മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അതായത് ഒരു കല്യാണം നടക്കാൻ പോവാണ് അനശ്വര രാജന്റെ. അപ്പോൾ എന്താ പറയാ, വരനായിട്ടുള്ള ആള് ഓടിപ്പോകും. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഓടിപ്പോകും. അങ്ങനെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഇന്ദ്രിയത്തിനെ കണ്ടുമുട്ടും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി അന്വേഷിക്കാൻ പോകുന്നതും അതിനുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇതിനൊരു സീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം രണ്ടുപേരും കൂടി കാറിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ നമ്മളിത് കാണുന്നു, ഒരു സീരിയൽ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. സിനിമയുടെ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ഹ്യൂമർ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അത്രയ്ക്കൊരു വിജയിച്ചെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ചില സിനിമകൾ നമ്മൾ പറയാറില്ല തിയേറ്ററിൽ പോയി കാണണം, അപ്പോൾ ഇത് ഒരിക്കലും തിയേറ്ററിൽ കാണാതിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒ ടി ടിയിൽ ക്ലിയർ ഒ ടി ടിയിൽ മാത്രം ഒ ടി ടി സ്റ്റഫായിട്ട് ഇറങ്ങിയ ഒരു സിനിമ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ അവസാനം കുറച്ച് ഇമോഷണലൊക്കെ ആക്കി ഒരു ക്ലൈമാക്സ് വളരെ ഒരു അലമ്പാക്കാതെ അവസാനിപ്പിച്ചു എന്ന് എനിക്ക് തോന്നി. അവസാനത്തെ മാത്രം വെറുതെ ഒരു നിരുപദ്രവകാരിയായ ഒരു സിനിമ, വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം.